സൂരജ് പാലാക്കാരൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചില്ലേ ശൈലജ ടീച്ചറെ പറ്റിയിട്ടുള്ളത്? അപ്പോൾ തന്തയില്ലാത്തവൻ എന്ന ആക്ഷേപവിളി ഒരു അപരാധമായിട്ടൊന്നും ആരും കൂട്ടണ്ട. പക്ഷേ ഒരുത്തര് ഒന്നിലേറെ തന്തയുണ്ടെങ്കിലും അതവൻ്റെ തള്ളയുടെ നടപ്പ് ദോഷമായി വരും. എനിക്ക് തോന്നുന്നു തന്ത ഏതെന്ന് പെറ്റ തള്ളയ്ക്ക് പോലും നിശ്ചയമില്ലാത്ത ഏതോ പല തന്തയ്ക്ക് പിറന്നവനാവാം ഈ വ്യാജ വീഡിയോയുടെ തന്ത. നമ്മുടെ ടീച്ചറമ്മയ്ക്ക് ഒരു സാത്വിക ഭാവമുണ്ട്, സ്നേഹത്തിൻ്റെ അമൃത് ചുരുത്തുന്ന ഒരു മാതൃഭാവം, ഒരു അമ്മയുടെ ഭാവം. അങ്ങനെ ഒരു സ്ത്രീയുടെ അശ്ലീല ചിത്രം മോർഫ് ചെയ്തെടുക്കണമെങ്കിൽ അത് പല ബീജത്തിൽ നിന്നും പിറന്ന ഒരു പാഴ് ജന്മത്തിന് മാത്രമേ കഴിയൂ. ഇനി അങ്ങനെ ഒരു വീഡിയോ ഇല്ലെങ്കിലോ? പ്രിയപ്പെട്ടവരൊന്ന് ആലോചിച്ച് നോക്കി. വടകരയിലെ LDF സ്ഥാനാർത്ഥി ശൈലജ ടീച്ചറിനെ അപകീർത്തിപ്പെടുത്താൻ എതിർ സ്ഥാനാർത്ഥിയുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് ആ അശ്ലീല ചിത്രം നിർമ്മിച്ചതെന്ന് ശൈലജ ടീച്ചർ കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനമൊക്കെ നിർത്തി പറഞ്ഞായിരുന്നു. വലിയ വാർത്താസമ്മേളനമായിരുന്നു, അടിപൊളിയായിട്ട് ടീച്ചർ ഭയങ്കര വിഷമത്തോടുകൂടി പറഞ്ഞു. ആ സമ്മേളനത്തിൻ്റെ ഇടയിൽ പലപ്പോഴും ടീച്ചറിൻ്റെ കണ്ണുകൾ നിറയുന്ന ഞങ്ങളുടെ ആളുകൾ കണ്ടു, ജനങ്ങൾ കണ്ടു. ടീച്ചറിൻ്റെ കണ്ണുകൾ പലപ്പോഴും വിതുമ്പി. വാർത്താ സമ്മേളനത്തിൽ പലതും പറഞ്ഞ കൂട്ടത്തിൽ ടീച്ചർ വളരെ നിഷ്കളങ്കമായിട്ടൊരു കാര്യം പറഞ്ഞായിരുന്നു. ഇങ്ങനെയൊക്കെ വീഡിയോ നിർമ്മിച്ച് പടച്ചു വിടുന്നവർക്ക് ആരെങ്കിലും വോട്ട് ചെയ്യുമോ? വോട്ടാണ് പ്രശ്നം, അതാണ് പ്രശ്നം, അതുമാത്രമാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു വീഡിയോ ഉണ്ടെങ്കിൽ അത് ടീച്ചറുടെ കൂടെയുള്ള കുട്ടി സഖാക്കൾ തന്നെ ചെയ്തതാവണം. ടീച്ചറെ ഇല്ലാത്ത കള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാമെങ്കിൽ, എഴുതാത്ത പരീക്ഷ ജയിക്കാമെങ്കിൽ. സൂരജ് പാലക്കാരൻ എന്നല്ല, മാധ്യമപ്രവർത്തകരൊക്കെ ഒരു സ്വഭാവക്കാരാണ്. അവരെന്ത് വിചാരിക്കുന്നു എന്നതാണ് ജനം ചിന്തിക്കേണ്ടത് എന്നുള്ളതാണ് മാധ്യമപ്രവർത്തകരുടെ ചിന്ത. സൂരജ് പാലക്കാരൻ, മറുനാടൻ മലയാളി, ക്രൈം നന്ദകുമാർ, ഇവരൊക്കെ വാർത്തകൾ സൃഷ്ടിക്കാൻ കഴിവുള്ളവരായിരുന്നു കുറേ കാലം മുമ്പൊക്കെ. ഇപ്പോൾ അവരെ കൊണ്ട് ഇതൊന്നും കഴിയാതെ വളരെ സങ്കടകരവും പരിതാപകരവുമാണ് കാര്യം. അപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യത്തിൽ, പണ്ട് നമ്മുടെ സിനിമയിൽ, സുരേഷ് ഗോപി സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗാണ്, തന്തയ്ക്ക് പിറന്നത് കൊണ്ട്. ഇയാൾ ഈ തന്തേനെ അന്വേഷിക്കാൻ നടക്കുക. കുമ്പളങ്ങി നൈറ്റ്സിൽ ആ ഡയലോഗിന് അവസാനം കുറിച്ചു. ഒറ്റ തന്തയ്ക്കേ പിറക്കുള്ളൂ. ഇനിയിപ്പോൾ എന്തൊക്കെ ഉണ്ടായാലും ഒറ്റ തന്തയ്ക്കേ പിറക്കുള്ളൂ. അങ്ങനെ പല തന്തയ്ക്ക് പിറക്കാൻ ടെക്നിക്കലി പോസിബിൾ അല്ല കേട്ടോ. എല്ലാവർക്കും ഒരു തന്തയേ ഉള്ളൂ. അങ്ങനെ പല തന്തയ്ക്ക് പിറക്കാൻ ടെക്നിക്കലി പോസിബിൾ അല്ല കേട്ടോ. എല്ലാവർക്കും ഒരു തന്തയേ ഉള്ളൂ. തന്തേനെ വിളിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു കാര്യം പറയണമെങ്കിൽ കൃത്യമായിട്ട് പറയാം. ഈ കുറേ മുൻപുള്ള കാര്യങ്ങൾ, ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കറൊക്കെ ഏഷ്യാനിലിരുന്ന് പറയേണ്ടിരുന്നു ആ കാര്യം ഈ കാര്യം അങ്ങനെ പറഞ്ഞു വെക്കണം എന്ന് വെച്ചാൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ ജോ ജോസഫിനെതിരെ തൃക്കാക്കരയിൽ വളരെ കൃത്യമായിട്ടുള്ള അശ്ലീല വീഡിയോ ഉണ്ടാക്കി. അത് പ്രചാരണം നടന്നു കഴിഞ്ഞിട്ട് മാധ്യമപ്രവർത്തകരുടെ അടുത്ത് ജോ ജോസഫിൻ്റെ വൈഫ് വന്ന് പറയുമ്പോഴാണ് അങ്ങനൊരു കാര്യത്തെക്കുറിച്ച് പൊതുസമൂഹം അറിയണത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ഒരു വ്യാജ വീഡിയോ എവിടെയോ കറങ്ങിയിരുന്ന ഒരു വ്യാജ വീഡിയോ അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുകയാണ്. വാസ്തവത്തിൽ എത്ര ക്രൂരമാണിത്. എൻ്റെ കുട്ടികൾക്ക് ഇനിയും പഠിക്കണ്ടേ, അവർക്ക് ഇനി സ്കൂളിൽ പോകണ്ടേ? ഇലക്ഷൻ 31-ാം തീയതി കഴിയുമല്ലോ. ആരാണെന്ന് അന്വേഷിക്കും. സൈബർ പോലീസ് ഇത് മാനുഫാക്ചർ ചെയ്ത് ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇട്ട ആളുകൾ അന്വേഷിക്കും. അത് അന്വേഷിക്കും. ഞങ്ങൾ അത്രേ പറയാനുള്ളൂ. LDF സ്ഥാനാർത്ഥി ജോ ജോസഫിനെ അപകീർത്തിപ്പെടുത്തുന്ന വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച സംഭവത്തിൽ അറസ്റ്റിലായവരിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും പാലക്കാട് ആമയൂർ മണ്ഡലം പ്രസിഡന്റ് ഷുക്കൂറിനെയാണ് അറസ്റ്റ് ചെയ്തത്. കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 2ആയി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് പിടിക്കുന്നത്. പ്രതികൾ ആരായിരുന്നു? കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു. എന്ന് വേണ്ട, നമ്മൾ തൃശ്ശൂർ മത്സരിച്ച കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ശോഭ സുബിൻ, അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേരാണ് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ കൂടെ ചേർത്തിരിക്കുന്നത്. അദ്ദേഹം ഒരു കുട്ടീനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത. യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ പീഡന പരാതിയുമായി പ്രായപൂർത്തിയാകാത്ത KSU പ്രവർത്തക KPCC അധ്യക്ഷന് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ പെൺകുട്ടി രാഹുൽ ഗാന്ധിയെ സമീപിച്ചിരിക്കുകയാണ്. പോസ്കോ നിയമപ്രകാരം പോലീസ് കേസെടുത്തിട്ടും പീഡിപ്പിച്ച നേതാവിനെ പാർട്ടി സംരക്ഷിക്കുകയാണെന്നാണ് പെൺകുട്ടിയുടെ പരാതി. ഇങ്ങനെ പറഞ്ഞാൽ മതിയോ? ഇനിയിപ്പോൾ കൊലപാതകത്തിൻ്റെ കഥ പറയാൻ വെച്ചാൽ തൃശ്ശൂരിൽ നടന്ന യൂത്ത് കോൺഗ്രസ്സുകാർ പരസ്പരം കൊല ചെയ്യപ്പെട്ട കഥ, മധു ഈച്ചരത്ത്, ലാൽജി കൊള്ളന്നൂർ, ചാവക്കാട് ഹനീഫ, അതൊക്കെ പറഞ്ഞാൽ മതിയോ? കൃത്യമായിട്ട് കാര്യം പറയുമ്പോൾ കാര്യമാണ് പറയേണ്ടത്, ഉത്തരമാണ് പറയേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞ നിലയ്ക്കാണ് എന്ന് വെച്ചാൽ അതൊരു CPM പ്രവർത്തകനാണ് ചെയ്തത് എന്നാണ് സൂരജ് പാലക്കാരൻ്റെ അഭിപ്രായം. സൂരജ് പാലക്കാരാ, അങ്ങനെയാണെങ്കിൽ താനൊരു കാര്യം ചെയ്യൂ. തിരുവനന്തപുരത്ത് AKG സെൻറ്റർ ആക്രമിച്ചതിന് ശേഷം 40-40 ദിവസമാണ് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ വരെ അതൊരു CPMകാരനാക്കി ചർച്ച ചെയ്തു. പ്രതിയെ പിടിച്ചപ്പോൾ അതല്ല പ്രതി എന്ന് കാണിക്കാനായിട്ട് ഇവിടുത്തെ ഏതെങ്കിലും നട്ടലുള്ള മാധ്യമപ്രവർത്തകർ തയ്യാറായ. പക്ഷേ ഇത്തരം ഭാഷകൾ നമുക്ക് ചേർന്നതല്ല. ഹൃദ്യം പദ്ധതി TV പ്രസാദ് വലിയ വാർത്ത കൊണ്ടുവന്ന എവിടെ വരെ എത്തി?
അഖിൽ മാത്യു ആരോഗ്യമന്ത്രിയുടെ PA കൈക്കൂലി വാങ്ങിച്ചു. എവിടെ വരെ എത്തി? ഇനി വേണ്ട വലിയ അന്വേഷണ കമ്മീഷനുകളും അന്വേഷണ ഉദ്യോഗസ്ഥരും വന്നാണ് ബിരിയാണി ചെമ്പ്, സ്വർണ്ണക്കള്ളക്കടത്ത്, തേങ്ങ, മാങ്ങ, ഇതിലൊക്കെ എവിടെ വരെ എത്തി? ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇത് പറയാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ പറയാനായിട്ട് നിരവധി കാര്യങ്ങളുണ്ട് 1957 മുതലുള്ളത്. അത് പറഞ്ഞാൽ മതിയോ? കൃത്യമായി കാര്യം പറയേണ്ട സമയത്ത് കൃത്യമായി പറയാൻ കഴിയുമോ എന്ന് തെളിയിക്കുക. നിങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകരായിട്ട് ആരെങ്കിലും വിലയിരുത്തുന്നുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇതിൽ മോശം വാക്കുകളാണ് പറയേണ്ടത് നിങ്ങൾ പറഞ്ഞ പോലെ. പക്ഷെ എന്തുകൊണ്ട് പറയുന്നില്ല എന്നറിയോ? നമ്മുടെ മാന്യത കൊണ്ട്. നേതാവിന്റെ അന്ത്യാഭിലാഷം നടത്തിക്കൊടുത്ത പ്രവർത്തകർ താൻ മരിച്ചാൽ തന്റെ മൃതദേഹം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിലിനെയും കോൺഗ്രസ് നേതാവായ CP മുഹമ്മദിനെയും കാണിക്കരുത് എന്നായിരുന്നു ഇന്നലെ അന്തരിച്ച പാലക്കാട് DCC വൈസ് പ്രസിഡന്റും പട്ടാമ്പി നഗരസഭയുടെ മുൻ ചെയർമാനുമായ KSBA തങ്ങളുടെ അന്ത്യാഭിലാഷം. തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് അടുത്ത പാർട്ടി പ്രവർത്തകരോടും ബന്ധുക്കളോടും ആവശ്യപ്പെട്ടിരുന്നു. ഇത് കോൺഗ്രസ് പ്രവർത്തകർ അക്ഷരം പ്രതി അനുസരിക്കുകയായിരുന്നു. ഷാഫി പറമ്പിലും CP മുഹമ്മദും എത്തിയാൽ മൃതദേഹം കാണിക്കില്ല എന്ന വാശിയിലുമായിരുന്നു പ്രവർത്തകർ. ഇത് ഒഴിവാക്കാൻ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകർ പലവട്ടം ബന്ധുക്കളുമായി ചർച്ച നടത്തിയിരുന്നു. 2 ദിവസം മുമ്പ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ KSBA തങ്ങളെ കാണാൻ ഷാഫി പറമ്പിൽ എത്തിയിരുന്നു. എന്നാൽ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ബന്ധുക്കൾ തങ്ങളെ കാണാൻ അനുവദിച്ചിരുന്നില്ല. തന്നെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ ശ്രമിച്ച 2 വ്യക്തികളാണ് ഷാഫി പറമ്പിലും CP മുഹമ്മദും എന്നാണ് തങ്ങൾ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നത്. ഷാഫി പറമ്പിലിന്റെ രാഷ്ട്രീയ ഗുരുനാഥൻ കൂടിയാണ് KSBA തങ്ങൾ. മറ്റുള്ളവരെ തെറി വിളിക്കാനായിട്ട് പുറപ്പെടുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. കൂടുതൽ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതൽ പറയിപ്പിക്കരുത് സൂരജ് പാലക്കാര.